ഈ വീട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ ഒന്നമ്മൽക്കാണ്ട് തൊട്ട് കഴിഞ്ഞാൽ അവിടെ പൊടിയുണ്ട്, ഇവിടെ പൊടിയുണ്ട്, അപ്പുറത്ത് പൊടിയുണ്ട്, ഇപ്പുറത്ത് പൊടിയുണ്ട്. നമുക്ക് ഓരോ ശങ്കകളാണ് കേട്ടോ. കാരണം മുഖം മൂലയൊക്കെ എത്ര വൃത്തിയാക്കിയാലും മാറില്ല. ഞാനിപ്പോൾ 2 മാസമായിട്ട് വൃത്തിയാക്കി ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ചറും കാര്യങ്ങളും ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒറ്റ കൈ കൊണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് തറയിൽ അധികം നേരം കാല് ചവിട്ടി വെക്കാൻ പറ്റണില്ല. കുറച്ച് ടൈം എടുക്കുന്നു ഡോക്ടർ ആദ്യമേ പറഞ്ഞ കാരണം കൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചു. ഇനി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലീനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് മൊത്തം ഡീപ്പ് ക്ലീനിങ് ആട്ടോ. ഈ സ്റ്റെയറിൻ്റെ മേളിലോട്ടൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റെയറാണ് എനിക്ക് പണി തന്നത്. എൻ്റെ കയ്യും കാലും ഒടിച്ച് താഴെ ഇട്ട മുതൽ. കാരണം ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടില്ല. നമ്മൾ വീട് പണി കഴിഞ്ഞ ഉടനെ വേഗം കയറിയിരുന്നു കേട്ടോ. കോട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അതിന് വാടക കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കയറിയിരുന്നു. ഈ കുടയുന്ന എന്താണെന്നറിയാം, നമ്മൾ പറ്റാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചൊക്കെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ 40 കുടയുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പൂജാമുറിയിൽ കയറിയിട്ട് വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 40 കുടഞ്ഞ് ഒക്കെ റെഡിയാക്കി ശുദ്ധമാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7-8 ദിവസം ഇതുപോലെ തന്നെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് വീണ്ടും 40 മഞ്ഞൾപ്പൊടിയും മഞ്ഞളിട്ടുള്ള വെള്ളവും എല്ലാം കൂടെ കുടഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാറാലതട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് വേഗം പോയി കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല. തുമ്മലും ശ്വാസമുട്ടലൊക്കെ ഇപ്പോൾ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വേഗം കുളിച്ചു, ബെഡ്ഷീറ്റൊക്കെ മാറി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റെല്ലാം അലക്കിയിട്ടു. രാവിലെ പിന്നെ നേരത്തെ ചോറും കറിയും കുറച്ച് പണികളുണ്ടായ കാരണം കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് കാല് തറയിൽ വെക്കുമ്പോഴേക്കും ഭയങ്കര പെയിനാട്ടോ. കയ്യിനും ഭയങ്കര പെയിന്, കാലിനും പെയിന്. എന്നിട്ട് വേഗം നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചതാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.